ഏറെ നാളത്തെ കുറ്റകരമായ മൗനത്തിന് ശേഷം ഉത്തർപ്രദേശിലെ സമ്പൽ സന്ദർശിക്കാനെത്തിയ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് സംഘത്തെയും ഉത്തർപ്രദേശ് പോലീസ് ഉത്തർപ്രദേശിന്റെ ഗാസിപൂർ അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ്. വലിയ സംഘർഷത്തിനാണ് കാര്യങ്ങൾ വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷം ഇപ്പോൾ സ്ഥലത്ത് രൂപപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിലെയും പുറത്തെയും നിശബ്ദമായ മൗനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ഉത്തർപ്രദേശിലെ സമ്പൽ സന്ദർശിക്കാൻ തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെയാണ് ഡൽഹിയിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും അടങ്ങുന്ന കോൺഗ്രസ് സംഘം സംഭലിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ സംഭലിൽ എത്തുന്നതിന് മുമ്പ് ഉത്തർപ്രദേശിന്റെ ഗാസിപൂർ അതിർത്തിയിൽ തന്നെ കോൺഗ്രസ് സംഘത്തെ തടയാൻ വലിയ സന്നാഹങ്ങൾ ഉത്തർപ്രദേശ് പോലീസ് ഒരുക്കിയിരുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഉത്തർപ്രദേശ് പോലീസ് അവിടെ സൃഷ്ടിച്ച ഒരു ഗതാഗത കുരുക്കാണ്. കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. ഈ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കാനുള്ള ഏക കാരണം, എന്ത് കാരണവശാലും കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം സമ്പൽ സന്ദർശിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഉത്തർപ്രദേശിലെ BJP സർക്കാരിനും യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഒരു വാക്കേറ്റം നടക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പ്രതിനിധി സംഘത്തെയും സമ്പലിലേക്ക് കടത്തിവിടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി സമ്പൽ രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയമായെങ്കിലും അത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു വല്ലാത്ത വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. ആ വിമുഖത പാർലമെന്റിൽ പോലും വ്യക്തമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസവും ലോക്സഭയിൽ സമ്പൽ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് സമാജ്വാദി പാർട്ടിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മാത്രമായിരുന്നു. രാജ്യസഭയിൽ തുടർച്ചയായി വിഷയം ഉന്നയിച്ച് നോട്ടീസ് നൽകിയിരുന്നത് ഇടത് എംപിമാരും മുസ്ലിം ലീഗ് എംപിമാരും ചേർന്നായിരുന്നു. കോൺഗ്രസ് ഒരു തവണ പോലും സമ്പൽ വിഷയത്തിൽ ഒരു നോട്ടീസ് നൽകാൻ പോലും തയ്യാറാകാത്തത് വലിയ തോതിൽ ചർച്ചയാവുകയും വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പരിഹാരക്രിയ എന്നോണം ഉത്തർപ്രദേശിലെ സമ്പൽ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രതിനിധി സംഘവും തീരുമാനിക്കുന്നത്. എന്തായാലും അവരെ ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. കിലോമീറ്ററുകൾ നീണ്ട ഒരു ട്രാഫിക് ബ്ലോക്ക് കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് പോലീസ് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തെ വഴിയിൽ തടഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ഒരു പ്രധാനപ്പെട്ട സംഘർഷബാധിത മേഖല സന്ദർശിക്കുന്നതിൽ നിന്നും ഉത്തർപ്രദേശ് പോലീസ് തടയുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. രാജ്യത്തെ പള്ളികളെ ലക്ഷ്യമിടുന്ന സംഘപരിവാർ പദ്ധതിയുടെ ഏറ്റവും പുതിയ ഇരയായിരുന്നു ഉത്തർപ്രദേശിലെ സമ്പൽ ജില്ലയിലെ ഷാഹി ജാമാ മസ്ജിദ്. ഈ ഷാഹി ജാമാ മസ്ജിദ് മുഗൾ കാലഘട്ടത്തിൽ പണിത ഒരു പള്ളിയാണ്. ഈ പള്ളി ബാബർ പണിയുന്നത് അവിടുത്തെ ഒരു ഹരിഹർ ക്ഷേത്രം തകർത്തുകൊണ്ടായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് 8ഓളം ഹർജികൾ ഇക്കഴിഞ്ഞ നവംബർ 19 സമ്പലിലെ ഒരു പ്രാദേശിക സിവിൽ കോടതിയിൽ ലഭിക്കുന്നത്. ഹർജികൾ ലഭിച്ച മണിക്കൂറുകൾക്കകം മസ്ജിദ് കമ്മിറ്റിയോട് ഒരു അഭിപ്രായം പോലും ആരായാതെ, അവരുടെ വാദം കേൾക്കാതെ ഉത്തർപ്രദേശിലെ ഒരു പ്രാദേശിക സിവിൽ കോടതി ഈ പള്ളിയിൽ ഒരു സർവേ നടത്താനും 29-നകത്ത് നവംബർ 29 മുൻപ് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഒരു നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് ഉത്തർപ്രദേശിലെ സമ്പൽ വിഷയം ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് 1991 പാസാക്കിയ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഈ പ്രാദേശിക കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്തു തന്നെയായാലും കോടതി ഉത്തരവ് പുറത്തു വന്ന മണിക്കൂറുകൾക്കകം ഉത്തർപ്രദേശിലെ സമ്പൽ പള്ളിയിലേക്ക് ഒരു പ്രതിനിധി സംഘം, കോടതി നിയോഗിച്ച സംഘം സർവേക്കായി എത്തുകയും പ്രാഥമിക സർവേ നടത്തുകയും ചെയ്തു. ഇത് തന്നെ സ്ഥലത്ത് വലിയ തോതിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അതിനുശേഷം തൊട്ടടുത്ത ഞായറാഴ്ച രണ്ടാമത്തെ സർവേക്കായി സംഘം എത്തുമ്പോഴായിരുന്നു പ്രദേശവാസികൾ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ചെറിയ തോതിൽ പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയും തുടർന്ന് പോലീസ് വെടിവയ്പിൽ 5ഓളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. ഈ വിഷയം സമാജ്വാദി പാർട്ടിയും ഇടതു പാർട്ടികളും നിരന്തരം പാർലമെന്റിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഈ വിഷയം ഏറ്റെടുക്കാൻ ഒരു വല്ലാത്ത വിമുഖത കാണിക്കുന്നുണ്ടായിരുന്നു. ആ വിമുഖത അവർക്ക് തന്നെ അപകടമാകും എന്ന തിരിച്ചറിവിൽ നിന്നാകണം ഇപ്പോൾ രാഹുൽ ഗാന്ധി അടങ്ങുന്ന സംഘം സമ്പൽ സന്ദർശിക്കാൻ ഒരു ശ്രമം
അത് പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ശ്രമം നടത്തിയത്. നേരത്തെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘവും സമ്പൽ സന്ദർശിക്കാൻ പുറപ്പെടുകയും പാതി വഴിയിൽ വെച്ച് തടയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു പ്രതിനിധി സംഘത്തെയും ഇത്തരത്തിൽ തടഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ സമ്പൽ തിരഞ്ഞെടുക്കാൻ BJP ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്നതിന് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. അതിന് കാരണം സമ്പൽ ഉൾപ്പെടുന്ന ലോക്സഭാ പ്രദേശം, സമ്പൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ BJPക്ക് വിജയിക്കാനായത് 2014 ഒരൊറ്റ വട്ടമാണ്. അത്തവണ BSPയുടെ മുസ്ലിം സ്ഥാനാർത്ഥി വോട്ട് ഭിന്നിപ്പിച്ചതിനെ തുടർന്ന് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് ഒരു പരാജയം ഉണ്ടാവുകയും BJP അവിടെ വിജയിക്കുകയും ചെയ്തത്. അല്ലാതെ BJPക്ക് ഒരു കാലത്തും വിജയിക്കാൻ കഴിയാത്തത്ര വിധം വലിയ മുസ്ലിം ജനസമൂഹമുള്ള ഒരു പ്രദേശമാണ് സമ്പൽ. ആ സമ്പലിനെ തിരിച്ചു പിടിക്കാനും വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ ഒരു നഷ്ടപ്പെട്ടു പോയ സ്വാധീനം തിരിച്ചുപിടിക്കാനും BJP നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണിത് എന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പാർലമെന്റിലടക്കം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉത്തർപ്രദേശിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ക്രമക്കേട് മറയ്ക്കാനാണ് BJP സമ്പലിനെ ഒരു നീറുന്ന പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു. എന്തായാലും ഇപ്പോൾ സമ്പൽ സന്ദർശിക്കാൻ പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് വഴിയിൽ തടഞ്ഞിരിക്കുകയാണ്. സമ്പലിലേക്ക് പുറത്തു നിന്നുള്ള ആരെയും കടത്തിവിടില്ല എന്ന വാശിയിൽ തന്നെയാണ് ഉത്തർപ്രദേശ് ഭരണകൂടം.